ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പാറ പോലെ ഉറച്ചു നിൽക്കാണ് കേട്ടോ. ഇനി ഇതിന്റെ പേരിൽ എത്ര റിയാക്ഷൻ വന്നാലും ഐ ഡോണ്ട് കെയർ. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല. മുസ്ലിം നാമധാരികളല്ല, മുസ്ലിംസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ധൈര്യത്തോടുകൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഹിജാബ് ധരിച്ച് ഡാൻസ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം. എന്റെ അഭിപ്രായം പറഞ്ഞു. ഇനി ഇത് നമ്മുടെ മുബീന, പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാ പേജുണ്ട്. മുമ്പ് ടിക്ടോക്കിൽ, അന്ന് ആ ടിക്ടോക്കുള്ള സമയത്തൊക്കെ നല്ലതുപോലെ ഡാൻസ് കളിച്ച് അർമാദിച്ച് ഉല്ലസിച്ച് നടന്നതാണ് മുബീന. ഒരു പെൺകുട്ടി ഇടയ്ക്ക് ഡാൻസ് കളിച്ചു. ഡാൻസ് കളിക്കുന്നത് തട്ടമിട്ടുകൊണ്ട് കോളേജ് എന്തോ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഡാൻസ് കളിച്ചു. അത് കയറിയങ്ങ് വൈറലായി. അതിൽ കൂടെ കളിച്ച കുട്ടികളെയല്ല ശ്രദ്ധിക്കപ്പെട്ടത്, ഈ ഒരു പെൺകുട്ടിയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അവൾ തട്ടമിട്ട് കളിച്ചത് കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ആരും വന്നില്ല. നമ്മുടെ മുബി ഇറങ്ങി. എന്നിട്ടെന്ത് വേണം? മുബിക്ക് റീച്ച് വേണം. അതിനു വേണ്ടി മുബി ഒരു വർഗീയത അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു ജനങ്ങളിൽ. ഇതിൽ ജനങ്ങൾ കൊണ്ടിളകുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം അവിടെ എടുത്തിടുമ്പോൾ ജനങ്ങൾ ഒന്നോടെ ഇളകും. അതിനു വേണ്ടിയുള്ള ശ്രമം. അപ്പം മുബീനാക്ക് വൈറലാവണം. അങ്ങനെ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പം അതിനുശേഷം വന്നിരുന്നും കൊണ്ട് പറയണതാണ്. അപ്പം ആ കുട്ടിയായിട്ട് സംഭാഷണം നടത്തിയതൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. അതൊക്കെ മുമ്പ് കഴിഞ്ഞു. ആക്ഷൻ ചെയ്ത കാര്യത്തില് ഞാൻ ലഹരി ഉപയോഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മോശമായ വസ്ത്രം ധരിച്ചത് കൊണ്ടോ ആരെങ്കിലും കൊന്നത് കൊണ്ടോ അല്ലല്ലോ. ലഹരി ഉപയോഗിക്കാമോ? ഈ തട്ടമിട്ടുകൊണ്ട് ലഹരി ഉപയോഗിക്കാമോ? അതിനൊക്കെ എന്തുകൊണ്ട് റിയാക്ഷൻ ചെയ്യണില്ല? അതൊക്കെയാണ് ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാനുള്ളത്. കുട്ടികളെ, നിങ്ങൾ ഭർദേ ഇട്ട് മക്കനെ ഇട്ടുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ മോഷണം നടത്തരുത്. ഭർദേ ഇട്ടുകൊണ്ട് മഫ്തേ ഇട്ടുകൊണ്ട് എത്രയോ പേര് മോഷ്ടിക്കുന്നു. കടകളിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. പച്ചക്കറി കടയിൽ പോയി ഇങ്ങനെ എടുക്കുന്നു, ഭർദയ്ക്കകത്തോട്ട് വെക്കുന്നു, അങ്ങനെ എടുക്കുന്നു, പർദ്ദയ്ക്കകത്തോട്ട് വെക്കുന്നു. പിന്നെ സ്വർണ്ണക്കടയിൽ കയറി എത്രയോ പേര് ഈ വേഷം ഇട്ടും കൊണ്ട് സ്വർണം മോഷ്ടിച്ച് ഇതിനകത്തോട്ട് കുത്തിക്കയറ്റുന്നു. ഇതെല്ലാം ചെയ്യുന്നു. അപ്പം ഇതിനൊന്നിനും മുബീനാക്ക് റിയാക്ട് ചെയ്യണ്ട. അതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? ഈ മോഷണം അതും മോഷ്ടിക്കണത് പർദ്ദേ ഇട്ട് തട്ടവും ഇട്ടും കൊണ്ടാണ് മോഷ്ടിക്കണത്. അത് പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിൽ അങ്ങനെ മോഷ്ടിക്കണമെന്ന്? പർദ്ദ ഇട്ട് മക്കനെ ഇട്ടും കൊണ്ട് കഞ്ചാവ് കേസിൽ പിടിക്കുന്ന എത്രയോ പേരുണ്ട്. എത്രയോ സ്ത്രീകളെ പിടിച്ചിരിക്കണ്. അതിനൊക്കെ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യില്ല? അപ്പം മുബീന പറയണത് അതിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യൂല. ഈ ഒരു പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് ഡാൻസ് കളിച്ചു, അതിനാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഞാൻ കയറി ഇടപെടും. ഉപയോഗമുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടൂല. അങ്ങനെയാണ് മുബീന. ഈ പറയുന്ന മുബീന മുമ്പ് തട്ടമിട്ടുകൊണ്ട് ഒരുപാട് ഡാൻസ് കളിച്ചായിരുന്നു. ഒരുപാട് മേക്കപ്പുകൾ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് മുഖം മിനുക്കിയതും അതൊക്കെ കൊള്ളാബാണ് കേട്ടോ. വേറൊന്നും അല്ല. അതൊക്കെ പണം കിട്ടണ പരിപാടിയല്ലേ. പുള്ളിക്കാരിക്ക് ഇപ്പം ലക്ഷങ്ങൾ കിട്ടി. ഇനി മറ്റുള്ളവരെ ഒന്ന് ട്രോളാന്ന് വിചാരിച്ചു, മറ്റുള്ളവരെ കുറ്റം പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്, വേറൊന്നും അല്ല. പറയേ മുബി. റിയാക്ട് ചെയ്തത് ധൈര്യമായി, ആരുടെയും പേര് പറയാതെ, ഫേസ് പോലും ഫോട്ടോയിൽ കാണിക്കാതെ മാന്യമായിട്ട് അഭിപ്രായം വന്ന് സത്യസന്ധമായി പറഞ്ഞു ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്ന്. അതിന്റെ പേരിലല്ലേ? നോ പ്രോബ്ലം. സത്യം പറഞ്ഞാൽ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചത് ആ ഒരു പെൺകുട്ടിയാണ്. ഒരുപാട് പേര് ഡാൻസ് കളിച്ചു, അതിലാരും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മുബീന തന്നെയാണ് മുബീനാരെ ആ വീഡിയോയിൽ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട്. ആണ്ടോ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണ്? അവൾ തട്ടമിട്ട് ഡാൻസ് കളിക്കുന്നത് കൊണ്ടാണ് അവളെ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് അവൾക്ക് റീച്ചായത്, അതുകൊണ്ടാണ് അവൾ വൈറലായത് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രൗഡ് ഓഫ് മൈസെൽഫ്. നിങ്ങൾ ഓരോരുത്തരും വീഡിയോ ചെയ്യുമ്പോൾ എനിക്കതുകൊണ്ട് ശരിക്കും ഭയങ്കര സന്തോഷമാണ്.
മനസ്സിലായോ? പാസ്റ്റ് വീഡിയോസ് ഞാൻ എന്റെ പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും പല സ്ഥലങ്ങളിലായിട്ടും ഷെയർ ആയിട്ടുണ്ട്, ഡൗൺലോഡ് ആയിട്ടുണ്ട്, പലരും റിയാക്ട്. അതെന്ത് പാസ്റ്റ് വീഡിയോ ഇനി ഡിലീറ്റ് ചെയ്യണം? അപ്പം മുമ്പ് ചെയ്തതൊന്നും തെറ്റല്ലേ? ഡാൻസ് കളിച്ചത്, തട്ടമിട്ട് ഡാൻസ് കളിച്ചതൊന്നും തെറ്റല്ലേ? കറങ്ങിക്കളിക്കണ തട്ടമിട്ട് കൊണ്ട് കറങ്ങിക്കളിക്കണതൊന്നും തെറ്റല്ലേ? അതെന്ത് പണ്ടത്തെ കാര്യം അങ്ങ് കളയണം? എന്തിന് പണ്ടത്തെ കാര്യവും കളയണ്ട, അതും എടുത്തു വെക്കണം. പണ്ടത്തെ കാര്യം അങ്ങ് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. സോ ദർ ഇസ് നോ യൂസ്. പാസ്റ്റ് ഇറേസ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ വീഡിയോസ്. അതിലാകെയുള്ളത് മേക്കപ്പും മ്യൂസിക്കും ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. മോശമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഡാൻസ് ചെയ്തിട്ടുള്ള വീഡിയോസ് 1-2 ഉണ്ടെന്ന് പറയുന്നു. അതൊരു ഡാൻസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. 1-2 ഒരുപാട് ജീൻസൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഇതും, പിന്നെ തട്ടം തലയിലുണ്ട്, എന്നാലും തട്ടം തലയിലുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടായിരുന്നു. കറങ്ങണതുണ്ട്, തട്ടമിട്ടുകൊണ്ട് ഡാൻസ് കളിച്ച് വട്ടം കറങ്ങണമുണ്ട്. ഐ എം എ ഗുഡ് ഡാൻസർ. ഒരു സ്റ്റേജ് കിട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാത്ത ഒരാളല്ല ഞാൻ. ഡാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്ന വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ്ലി ഞാനിപ്പം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള വീഡിയോസ് തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനും റബ്ബും തമ്മിലുള്ള കാര്യമായതുകൊണ്ട് തന്നെ എന്റെ പാസ്റ്റ്. അപ്പം കൊളാബ് വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മുഖം മിനുക്കാൻ ചെന്ന് കിടക്കണതും, ലിപ്സ്റ്റിക്ക്, ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, മുഖത്തൊക്കെ ക്രീമൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തെന്ന് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ബാക്കി കുറച്ച് ആ ഡാൻസ് കളിക്കുന്നത് പിന്നെ ആളുകളെടുത്ത് വെച്ച് ട്രോൾ ചെയ്യപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തു. അതായിരിക്കില്ല റബ്ബ് നോക്കുക. എന്റെ പ്രസന്റ് ആണ്. റിയാക്ഷൻ ചെയ്യാൻ പുതിയൊരു ടോപ്പിക്കും കൂടെ കിട്ടിയില്ലേ? അപ്പോൾ ക്യാരി ഓൺ. റിയാക്ഷൻ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്കത് ആവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും മാക്സിമം എനിക്ക് റീച്ച് കൂട്ടി തരുന്നതേ ഉള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ ക്യാരി ഓൺ, നോ പ്രോബ്ലം. അപ്പൊ പുള്ളിക്കാരിക്ക് പറയണേട്ടില്ലേ ലാസ്റ്റ്, നിങ്ങൾ വീഡിയോ ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് റീച്ച് ഉണ്ടാവൂ, എങ്കിൽ മാത്രമേ ഞാൻ വൈറലാവൂ. അപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നതെന്ന്? പുള്ളിക്കാരിക്ക് വൈറലാവണം. ഇനി നമുക്ക് വേറെ ഇത് മക്കനേരെയും ബർദേരെയും പരസ്യവും കൊളാബാണ് സംഭവം. ഇത് വസ്ത്രം കണ്ട് പേടിക്കുന്നവർക്ക് ഒരു ബാഡ് ന്യൂസും ഗുഡ് ന്യൂസും ഉണ്ട്. ബാഡ് ന്യൂസ്, ഞാൻ ഖിമാർ ധരിക്കുന്നത് തൽക്കാലം നിർത്തുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് തൽക്കാലം ഞാൻ നിർത്തുന്നില്ല. ഇത് കൊളാബാണ്, ഇത് മോഡലാണ്. കണ്ടില്ലേ, ആ മക്കന മോഡലാണ്, ആ ഭരത മോഡലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും മോഡലുള്ള ഭരതയോ മക്കനെയോ ഇടാൻ പാടില്ല എന്നാണ് എനിക്കറിയാമെന്നുള്ളത്. ഇത് ഇങ്ങനെ ഇടുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കും. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും നോക്ക്, നല്ല ഡിസൈനുള്ള ഡ്രസ്സാണ് പർദ്ദയും മക്കനെയും. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്നും നോക്കാതിരിക്കുമോ? നോക്കും. ഇത് ഇട്ടുകൊണ്ടൊന്ന് ഇറങ്ങി റോഡിലോട്ടൊന്ന് ഇറങ്ങി നോക്ക്. അല്ലെങ്കിൽ വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. റോഡിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ജനങ്ങൾ നോക്കും. പിന്നെ ഒരു ഫംഗ്ഷന് പോകുന്നിടത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടുണ്ടോ ഉറപ്പായിട്ടും നോക്കും. അവരൊന്ന് പിടിച്ചു വെക്കും. ഇത് നല്ല മോഡൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല. പിന്നെ കേട്ടിട്ടുള്ളത് ഭരത ആയിരുന്നാലും നമ്മളെ ബോഡിയോട് ചേർത്ത് ഇറുവി പിടിച്ച് ടൈറ്റ് ചെയ്ത് അത് ഇടാൻ പാടില്ല. ഇതിപ്പോൾ ഭയങ്കരമായ മോഡലാണ്. ഇത് പുള്ളിക്കാരി കൊള്ളാബാണ്. ഇതിൽ നിന്ന് പണം കിട്ടും. ഇനി ഗുഡ് ന്യൂസ്. മാഷാല്ലാ, ഒരുപാട് പേര് ഈ ഖിമാർ എവിടെ നിന്നാണ് വാങ്ങിയത്, എനിക്ക് വേണം എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് ഇപ്പം മനസ്സിലായില്ലേ, പുള്ളിക്കാരിക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത്. മക്കനെ ആയിരുന്നാലും ഭരത ആയിരുന്നാലും മനസ്സിലായില്ലേ? പണം കിട്ടും, പണം. പിന്നെ മുമ്പൊക്കെ ഡാൻസ് കളിച്ചതൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വൈറലായി. പറഞ്ഞിട്ടില്ലേ, എനിക്ക് മില്യനൊക്കെ ആയി, എനിക്ക് മില്യൺ ഫോളോവേഴ്സായി. അതുകൊണ്ട് ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ മോണിറ്റൈസേഷൻ ഓഫാക്കി വെച്ചിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വേണമെങ്കിൽ ആ മോണിറ്റൈസേഷൻ അപ്പോഴത്തേക്ക് ഓഫാക്കി ഇട്ടേക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെച്ച് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. നിങ്ങൾക്കായി ഒരു വലിയ സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് വൈകാതെ തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടോ, ഇൻഷാ അല്ലാ. ഹിജാബ് തലയും കഴുത്തും കവർ ചെയ്യുമെങ്കിൽ ഖിമാർ കൂടുതൽ നീളമുള്ള തോളും ചെസ്റ്റും കവർ ചെയ്യുന്നൊരു സ്റ്റൈലാണ്. ഇനി സ്റ്റൈലാണ്, ഇത് മോഡലാണ്. നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങിക്കണം. ഓൺലൈൻ ബിസിനസ് ആണ് ഞാൻ.
അല്ലാതെ തന്നെ എൻ്റെ ഷോപ്പും ഉണ്ട്. ബീനാക്ക് ഇത് കിട്ടും, ഡിസ്കൗണ്ട് എന്തേലും ഭണ്ടാരോഗിലും ഒക്കെ കിട്ടും. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ, ഒരു ബിഗ് സർപ്രൈസ് നൈറ്റ്. കണ്ടല്ലോ, അപ്പം ഡ്രസ്സിൻ്റെ മോഡലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ബർത്ത്ഡേ മക്കനെ ഇട്ടും കൊണ്ടാണ് മുബീന വന്നിരുന്ന് വീഡിയോ ചെയ്യണം. അത് അത്രയും കൊള്ളാബാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മുബീന എന്ത് ചെയ്യും? കണ്ണ് മാത്രം കാണിച്ചുകൊണ്ട് മുഖം മൊത്തത്തിൽ കവർ ചെയ്യും. കവർ ചെയ്തിട്ട് അങ്ങനെ പോലും സോഷ്യൽ മീഡിയയിൽ ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് മുബീന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു? അങ്ങ് നിർത്തലാക്കാൻ വയ്യാത്തതെന്ത്? ഇത്രയും അറിവ് പറയുന്നല്ലോ. പണ്ട് ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. പണ്ടല്ല കേട്ടോ, ലിപ്സ്റ്റിക്കൊക്കെ ഇന്നാൾ ഈ ഇടയ്ക്ക് വരെ ഇച്ചിരി ഒന്ന് താഴോട്ടുള്ള വീഡിയോ നോക്കുമ്പോൾ കാണാം. മുഖം മിനുക്കിയിട്ടുണ്ട്, ഞാൻ പാർലറിൽ പോയി മുഖം മിനുക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മുബീന പറയുന്നല്ലോ. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വരുന്നു? സോഷ്യൽ മീഡിയയിൽ വരാതിരുന്നൂടെ? ഇത് തന്നെ ഒരു തെറ്റാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസംഗിക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ആരെന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ കുറ്റം വന്നിരുന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ഒരുപാട് പേര് മുബീന പറഞ്ഞ ആ ഒരു ഡാൻസിൻ്റെ കാര്യം വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അവരെ എടുത്ത് വെച്ചിട്ടില്ല, നുണ പറയും കണക്ക് ഇരുന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് മുബീന. ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിൻ്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലേ തെറ്റി, നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടറില്ലേ ഇവർ. കുറേ പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്തവരോ ഫോട്ടോയും എടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, പിന്നെ മുബീന കാരണം അല്ല, ഇവരെല്ലാവരും കാരണമാണ്. ഈ പറഞ്ഞ ഇവരെല്ലാവരും കൂടെയാണ് ആ കുട്ടി ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞ ആൾ മുബീനായാണ്. ജനങ്ങൾ അറിയാനും വൈറലാവാനും വേണ്ടിയിട്ട്, വ്യൂസിന് വേണ്ടിയിട്ട് കാണിച്ചതല്ലേ. അപ്പം ഇവരെല്ലാവരും ഇതൊക്കെ ആരേ കൊള്ളാലോ. നോക്കൂ, ഇവരെ എടുത്ത് വെച്ചിട്ട് പരദൂഷണം പറയണ കേട്ടാ. ാണ് കാരണം. ഒന്ന്, മുസ്ലിം നാമധാരികൾ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറേ ജന്മങ്ങൾ. അത് പിന്നെ ഇസ്ലാം, അവിടെ മനുഷ്യരെല്ലാവരും ഒന്നല്ലേ? അവിടെ ഇന്ന മതം, ഈ മതം പറഞ്ഞ് അവിടെ കളിക്കാതിരിക്കേ. ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞ് മതം പറഞ്ഞ് അവിടെ കളിക്കുകയാണ് ഈ പുള്ളിക്കാരി. അങ്ങനെ കളിക്കാതിരിക്കേ. മതം പറഞ്ഞ് കളിച്ചാലേ റീച്ച് കൂടുള്ളല്ലേ. അവർ ഏത് മതത്തിൽ നിന്നായിരുന്നാലും തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. പറയണ വാക്ക് ശരിയല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞു വന്നോരതാ തോളിൽ കയറുന്നു, മണ്ടയിൽ കയറുന്നു. 2, എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരം ഇല്ലാത്ത സ്വയം തോൽവികളായിട്ടുള്ള ഇവരെ ആര് മൈൻഡ് ചെയ്യുന്നു? 3, അതാര്? സമൂഹത്തിന് ഒരു ഉപകാരവും ഇല്ലെന്ന്. ഉപകാരമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യും, എത്രയോ പാവപ്പെട്ട ജനങ്ങൾ കിടക്കണം, അവരെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യ്. എത്രയോ പേർക്ക് വീടും ഭക്ഷണവും ഇല്ലാതെ കിടക്കുന്ന അവരെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യ്. ബീനാക്ക് കണ്ടമാനം ഉണ്ടാക്കിയല്ലോ, പണ്ടേ കൊളാബ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തൊക്കെ കണക്കിനുണ്ടാക്കിയല്ലോ. അപ്പം അതിൻ്റെ ഒരു ഓഹരി ഓരോരുത്തർക്കും അങ്ങ് കൊടുക്ക്, അതിൻ്റെ ഓരോ വീതം അങ്ങ് കൊടുക്ക്. എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന? മുബീനായെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഇല്ല, ഒന്നും ചെയ്യണില്ല, ആർക്കും ഒരു സഹായം ചെയ്യണില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ഒന്ന് ചെയ്യ്. അവരെ കൊണ്ടൊന്നും ഒരു ഉപയോഗവും ഇല്ലെന്ന്. അല്ല, ഈ പറഞ്ഞ ആൾ കണ്ട അവരെ കൊണ്ട് ഉപയോഗം ഉണ്ടാ ഇല്ലേ എന്ന് എല്ലാവരും പ്രതികരിക്കുന്നു. ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുമ്പോഴോ ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ കാണിക്കുമ്പോഴോ പ്രതികരിക്കൂ. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പ്രതികരിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? മുബീനായ നല്ലതാക്കി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഇഷ്ടപ്പെട്ടന. മറ്റേ ആ കുട്ടിയെ ഡാൻസ് കളിച്ചു, തട്ടമിട്ട് ഡാൻസ് കളിച്ചു എന്നുള്ള പേരാണല്ലോ അവിടെ വന്നത്. അപ്പോൾ തട്ടമിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നത്, നീ എന്തിനു കുട്ടി അങ്ങനെ കളിച്ചു, നമ്മളെ മുബി പറയണതാണ് ശരി, പിന്നെ അങ്ങനെ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തി ഈ പറഞ്ഞ് എവരും വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. ഗള്ളി സംഘികളും ക്രിസംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം. 4, ഇസ്ലാം വിരുദ്ധത. ഈ പറയണവർക്ക് ഇസ്ലാം തലയ്ക്ക് കയറി എന്ന് കാണിച്ചും കൊണ്ടാണ് ഈ പറയുന്ന ആൾ വന്നിരിക്കുന്നത്. മറ്റേത് ഇസ്ലാം വിരുദ്ധതയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം തലയ്ക്ക് കയറി എന്ന് ജനങ്ങളെ കാണിച്ചാലല്ലേ കുറച്ച് വ്യൂസ് കിട്ടുള്ളൂ. കുറച്ച് മുമ്പ് വരെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടാ പുള്ളിക്കാർ കാണിച്ചുകൊണ്ടിരുന്ന. ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ.
എല്ലാവരും കുറ്റം പറയുന്നു, എന്നാൽ പിന്നെ റീച്ചിന് ഞാനും കൂടെ കുറ്റം പറയാമെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റം പറയുന്നു, അങ്ങനെ ഞാനും കൂടെ കുറ്റം പറയാമെന്നും പറഞ്ഞ് 2 പേര് പിന്നെ ഈ 2 പേരെ വെച്ചിട്ടാണ് കാണിക്കണത്. നമ്മൾ എന്തിനാണാവോ അവിടെ ഇരിക്കണത്? എൻ്റെ പൊന്നു കുട്ടി, മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്യണം, മുഖം കണ്ണ് മാത്രം കാണിക്കണം, മോടയും പർദ്ദയൊന്നും ഇട്ടോണ്ട് വന്നിരിക്കാൻ പാടില്ല. തുനിഞ്ഞിറങ്ങി ഷോ ഓഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടുള്ളൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിട്ട് ഡാൻസ് കളിച്ചോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെ പറയണത്? ഹലാലായവരെ ഹറാമാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്തു? അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നമ്മൾ പറഞ്ഞത് കൊണ്ടല്ല കുട്ടികൾ അങ്ങനെ കാണിച്ചതല്ലേ. അന്നത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. അവർക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യവും കുട്ടികൾക്ക് അവർക്കും അവരെ ഒരു സന്തോഷവും ഒക്കെ അവർ കണ്ടെത്തട്ട്. അത് അവരോരെ ഇഷ്ടമല്ലേ. അവരോര് ഡ്രസ്സ് ധരിക്കണതും ഡാൻസ് കളിക്കണതും ഒക്കെ അവരോരെ ഇഷ്ടമാണ്. അതിൽ എന്തിനാണിത് പറഞ്ഞു കൊടുക്കാതിരിക്കണത്? നമ്മൾ ഡാൻസ് കളിച്ചില്ലേ, നമ്മൾ എത്രയോ ഡാൻസ് കളിച്ച് എന്തെല്ലാം കാണിച്ച് വരുമാനം ഉണ്ടാക്കി. പ്രമോഷൻ ഒരുപാട് കിട്ടിയില്ലേ, അതിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടാക്കിയില്ലേ. എൻ്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴിതെറ്റിക്കാനാണ് ഷെയ്ത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അവരുടെ വലയിൽ ദയവേത് നമുക്ക് എന്ത് മോഡൽ വേണമെങ്കിലും നമ്മളിടുന്ന നല്ല ഡ്രസ്സാണ്, നല്ല മോഡേൺ പർദ്ദയായിട്ടാണ് വന്നിരിക്കണത്. ഇപ്പം ഓണത്തിന് കുറച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അവർ ഓണപരിപാടികളിൽ അവർ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ഫുഡ് കഴിക്കുന്നുണ്ട്. അവരെ സന്തോഷം അവർ കണ്ടെത്തുന്നു. കുട്ടികളും തട്ടമിട്ടുകൊണ്ടാണ് കളിക്കുന്നത്. എന്ത് മനോഹരമായിട്ട് കളിക്കുന്നത്. ഇത് മലപ്പുറത്താണ് ഈ നടക്കുന്നത്. എന്ത് രസമായിട്ട്, എന്ത് ഭംഗിയായിട്ട് കളിക്കണം. ഇതൊക്കെ മുബീനാക്ക് കൊടുക്കുന്ന മറുപടിയാണ്. അന്നാ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി തട്ടമിട്ട് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ അതിന് പകരം കൊടുക്കുന്ന മറുപടിയായിട്ടാണ് എനിക്ക് തോന്നണത്. ചന്ദ്രചൂഡ ശിവശങ്കര അടിപൊളി. അവളെ ശരീരഭാഗങ്ങൾ മൊത്തവും മറച്ച് തലയും മറച്ച് നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിച്ചു. പക്ഷേ അതിലെനിക്ക് തോന്നി ചെരുപ്പിട്ടിരുന്നു. ആ ചെരുപ്പൊന്ന് ഒരു മാറ്റി വയ്ക്കാമായിരുന്നു. ഇതൊക്കെ കണ്ടാൽ മുബീനെ ഇളകും. നല്ല ഭംഗിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടാൽ ഇളവും. ഇതൊക്കെ കണ്ടാൽ ഒരു ഇളക്കം വരും മുബീനാക്ക്. ഇതാ വേറൊരു പെൺകുട്ടി. എന്ത് നല്ല ഭംഗിയായിട്ട് ഈ പെൺകുട്ടികൾ കളിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പാർട്ടി ഇരുന്ന് കുറ്റം പറയണത് റീച്ചിന് വേണ്ടി. ആ വസ്ത്രങ്ങൾ ഭരതയും മക്കനെയൊക്കെ കാണിക്കുന്നത് അവരെ പ്രമോഷനാണ്. അത് ഓൺലൈൻ വഴി ബിസിനസ് നടത്തുന്നുണ്ട്. അല്ലാതെ തന്നെ ചിലപ്പോൾ അവർക്ക് ഷോപ്പ് അങ്ങനെയൊക്കെ കാണും. അതിൻ്റെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വട്ടം കറങ്ങിയൊക്കെ കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു പെൺകുട്ടിയല്ല, ഇപ്പോൾ കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിച്ച് വന്നിട്ടുണ്ട്. അവരെയൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണേക്കാട്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മോഷണങ്ങൾ, പർദ്ദയിട്ട് മക്കനെ ഇട്ടുകൊണ്ട് മോഷണം നടത്തുന്നുണ്ട്. അതുപോലെ അല്ലാതെയുള്ള കള്ളങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാതെ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള വസ്ത്രത്തിനകത്ത് പൊതിഞ്ഞ് വെച്ചും കൊണ്ട് ഈ മലപ്പുറം, കോഴിക്കോട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യൂസുകളിൽ നമ്മൾ കണ്ടതാണ്. സ്ത്രീകൾ ചെയ്യുന്നുണ്ട്.
മക്കനെയൊക്കെ ഇട്ട് നല്ലോണം മൂടി അടച്ചുണ്ട്. മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല പറയണം, മറ്റുള്ളവരും ഉണ്ട്. എങ്കിലും അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യുക, അതൊക്കെയല്ലേ ചെയ്യാനുള്ളത്. അല്ലാതെ ഈ നിസ്സാരമായ കാര്യത്തിന് വന്നിരുന്ന് ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള പെൺകുട്ടികൾ തട്ടമിട്ടുകൊണ്ട് ഡാൻസ് കളിച്ചു, ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചു എന്നൊക്കെ വന്നിരുന്നുകൊണ്ട് എന്തിനാണ് പറയണത്? നല്ല ഉപയോഗമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്താൽ അതൊക്കെ കാണാനും കേൾക്കാനും എങ്കിലും കൊള്ളാം.